വനിതാ സംവരണ ഭേദഗതി ബില്ല് നൂറ്റാണ്ടിലെ സുപ്രധാനമായ തീരുമാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബില്ല് യാഥാർത്ഥ്യമാകുമെന്ന് ഡൽഹിയിൽ നടന്ന നാരി ശക്തി വന്ദൻ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ബില്ല് ഇപ്പോൾ കൊണ്ടുവരുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി കുറ്റപ്പെടുത്തി. 16 മുതൽ 18 വരെ പാർലമെന്റിൽ ഹാജരാകണമെന്ന് ലോക്സഭാ അംഗങ്ങൾക്ക് കോൺഗ്രസ് വിപ്പ് നൽകി. വനിതാ സംവരണ ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം വിമർശനം ശക്തമാക്കുമ്പോഴും ബില്ലുമായി മുന്നോട്ടു പോകുവാൻ തന്നെയാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ബില്ലിന്റെ ആവശ്യകതയും പ്രാധാന്യവും ചൂണ്ടിക്കാട്ടി ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നാരി ശക്തി വന്ദൻ സമ്മേളനം സംഘടിപ്പിച്ചു. 2023-ലേതുപോലെ ഇത്തവണയും ബിൽ ഒറ്റക്കെട്ടായി പാസാക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പ്രതിപക്ഷ ശ്രമങ്ങളെയും प्रधानमंत्री अभिनंदिച്ചു. 21वीं सदी के महत्वपूर्ण निर्णयों में से एक महत्वपूर्ण निर्णय ये है, ये निर्णय नारी शक्ति को समर्पित है. അതേസമയം വനിതാ സംവരണത്തിലല്ല മണ്ഡല പുനർനിർണയത്തിലാണ് പ്രശ്നമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ബില്ല് തെരഞ്ഞെടുപ്പ് വേളയിൽ കൊണ്ടുവന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയെന്നാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം സർവകക്ഷി യോഗം വിളിച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.